കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈ കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇല്ല, ഞാനത് ചെയ്യില്ല, ഞാൻ ചെയ്യില്ല. സർക്കാർ കേരളത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഗവൺമെന്റാണ്. ഇതാണ് CPI വിലയിരുത്തൽ. ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, CPI പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടായിട്ടും ജനങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചതുപോലെ LDF ഭാഗത്തേക്ക് വന്നില്ല. അതേപ്പറ്റി ഞങ്ങൾ ഗൗരവമായിട്ട് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാണേണ്ട കാര്യമുണ്ടല്ലോ. തൃശ്ശൂർ വിധികൾക്ക് എന്തായിരുന്നു? തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ തൃശ്ശൂർ എന്ത് പറ്റി? BJPയുടെ വോട്ട് നേരെ പകുതിയായി, LDF വോട്ടുകൾ നേരെ ഇരട്ടിയായി. അതുകൊണ്ട് തന്നെ പാഠങ്ങളിൽ അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ് പന്തളം. മുനിസിപ്പാലിറ്റി ഭരിച്ചത് ഇതുവരെയും BJP ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുകയാണ്. അവിടെ ക്ഷേത്ര നഗരിയാണ് കൊടുങ്ങല്ലൂർ. അവിടെയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ താവളം. അവിടെ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി. അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ് പന്തളത്ത് ഈ മാറ്റമുണ്ടായി. പിന്നെ അയ്യപ്പൻ ഇരിക്കുന്ന സ്ഥലമാണ് മലയുടെ മുകളിലെ ശബരിമലയിലെ ആ വാർഡ്. ജയിച്ചത് LDF ആണ്. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഞങ്ങൾക്ക് പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കാം നമുക്ക്. ഇതാണ് ഞങ്ങൾ കണ്ട കാഴ്ച. LDFന്റെ വോട്ട് കൂടി, BJP വോട്ട് കുറഞ്ഞു. ഇല്ലില്ല, LDFിനകത്ത് തിരുത്തൽ വേണമെന്നല്ലാതെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചർച്ചയല്ല ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ചർച്ചയ്ക്കകത്ത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനം എന്നെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങളുടെ അർത്ഥം എന്താ? എന്തോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെയും പറയുന്നുണ്ടാകും. അവിടെ ഞാൻ പോയിട്ടില്ലല്ലോ. ഇതുവരെ ഈ നിമിഷം വരെ അത്തരം ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഉണ്ട്. ഇല്ല, അതേപ്പറ്റി പരിശോധന വേണം. ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മെഷീനറി, ഒന്ന് സർക്കാർ മെഷീനറി, ഒന്ന് ഈ പറഞ്ഞ PR വർക്ക്, രണ്ട് പാർട്ടി മെഷീനറി. CPIക്ക്, CPMന്, LDFിനൊക്കെ ഒരു മെഷീനറി ഉണ്ട്. വിത്ത് ഓൾ ഇറ്റ്സ് പ്ലസ് ആൻഡ് മൈനസ്. അതുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ഈ നേട്ടങ്ങൾ വേണ്ടതുപോലെ എത്തിയില്ല ജനഹൃദയങ്ങളിലേക്ക്. അതേപ്പറ്റി പഠനങ്ങൾ വേണം. ആണോ? അത് ശരി. ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കേട്ടോ? ഇത് കേട്ടോ? SITയുടെ മുമ്പിലേക്ക് ഇന്നെത്തിയ ആള്, തീരുമാനിച്ച ആള് UDF കൺവീനറാണത്രേ. ചോദ്യം ചെയ്യാൻ എന്തോ ആണോ? ഓക്കെ, ശരി. ഞങ്ങൾ പറഞ്ഞല്ലോ, UDF കൺവീനർ ആകട്ടെ ആരും ആകട്ടെ, SITയുടെ മുമ്പിലേക്ക് വിളിച്ചാൽ പോകണം. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് LDF നിലപാട്. SIT പ്രവർത്തനങ്ങളെ ഒരിക്കൽ പോലും തടയാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചിട്ടില്ല. നമ്മളതിന്റെ ആദ്യാവസാനം ഞങ്ങൾ നോക്കേണ്ടതില്ല. പൊതുവിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് പരസ്യമല്ലേ ഇത്? നിങ്ങളൊക്കെ ഇരിക്കുന്നു, മയക്കിരിക്കുന്നു, എല്ലാ ചാനലും ഉണ്ട്. എന്ത് രഹസ്യമുള്ളത് എന്താ? ഞങ്ങൾക്കിതാ പറയാനുള്ളത്. പറഞ്ഞു കഴിഞ്ഞല്ലോ. വാട്ട് എൽസ് വി നീഡ്സ്?
CPIക്ക് വന്നതല്ല, ഒരു പാർട്ടിക്കും പൂർണ്ണ ഹാപ്പിനെസ് ഇല്ലല്ലോ. ആർ യു ഹാപ്പി 100%? അതില്ല. ജീവിതത്തിൽ ആരും 100% ഹാപ്പിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും ആ ചോദ്യങ്ങൾ ബാലിശമായ ചോദ്യമാണ്. ഞാൻ പൊതുവെ പറഞ്ഞു കഴിഞ്ഞു.